നമസ്കാരം. സമീപകാലത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയടക്കമുള്ള റോഡുകൾ തകർന്നതും വിള്ളലുകൾ വീണതും സ്വാഭാവികമായ വെള്ളമൊഴുക്കിന്റെ തുടർച്ച നഷ്ടപ്പെട്ടതിനാലാണെന്ന് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഹൈഡ്രോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ഡി പത്മലാൽ. കേരള പത്രപ്രവർത്തക യൂണിയൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കാലാവസ്ഥാ വ്യതിയാനവും പത്തനംതിട്ടയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. നദികൾ, തോടുകൾ എന്നിങ്ങനെയുള്ള ഉപരിതല ജലപ്രവാഹം പോലെ ഭൂഗർഭ ജലപ്രവാഹമുണ്ട്. അതിനെക്കുറിച്ചും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഘടനയും പഠിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് റോഡുകൾ തകരാനുള്ള പ്രധാന കാരണം. ഭാരതപ്പുഴ ഒഴികെയുള്ള കേരളത്തിലെ നദികളിൽ മണൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നിക്ഷേപിക്കേണ്ട അവസ്ഥയാണെന്നും ഡോക്ടർ ഡി പത്മലാൽ പറഞ്ഞു. പല നദികളും മണൽ ഖനനം മൂലം ശോഷിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിജു കുര്യൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോസ് പാർക്കടവിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കെ.പി. കൃഷ്ണൻകുട്ടി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഹസാർഡ് അനലിസ്റ്റ് ചാന്ദിനി പി. ചന്ദ്രസേനൻ, പ്രസ് ക്ലബ് സെക്രട്ടറി ജി വിശാഖൻ എന്നിവർ പ്രസംഗിച്ചു. ഈ മണൽ അല്പമെങ്കിലുമുള്ളത് പത്തനംതിട്ടയിലെ നദികളിലാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഈ മണല് എല്ലാവരും പറയും, നമുക്ക് പല സമയത്ത് എഴുതിയിട്ടുള്ളതാണ്. ആവാസ വ്യവസ്ഥ, ചില പ്രത്യേകതരം മീന് മണലുള്ളതിൽ മാത്രമേ മുട്ടയിടുള്ളൂ, മണലുള്ളത് മാത്രമേ ഫീഡ് ചെയ്യത്തുള്ളൂ, സ്പാൺ ചെയ്യത്തുള്ളൂ, വളർത്തുള്ളൂ, ഹൈഡ് ചെയ്യത്തുള്ളൂ. മണല് വേണം. ചില സമോഫിലിക് ആയിട്ടുള്ള മത്സ്യങ്ങൾക്ക് മണല് വേണം. കൂരി എന്നൊക്കെ പറഞ്ഞാൽ, പരല് എന്നൊക്കെ പറഞ്ഞ കുറെ വർഗ്ഗങ്ങളുണ്ട്. അതിനകത്ത് മണലുണ്ടെങ്കിൽ ജീവിക്കും. ചിലത് പെബിളുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ. അപ്പൊ ഈ നദിയിൽ അത് നമുക്കറിയാം, ജീവജാലങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ആവാസ വ്യവസ്ഥ, ബയോട്ടിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ മണലിന്റെ അടുക്കൾ നദിയുടെ ചാനലിലൂടെ ആണെങ്കിലും അതിന്റെ പഴയ ചാനലുകൾ രണ്ട് സൈഡിലൂടെയെങ്കിലും ഒക്കെ ആയിരിക്കും. ഇതിങ്ങനെ അങ്ങനെ ഒരു രണ്ട് മലകൾക്കിടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നേരത്തെ ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നത് പോലെ നദീ ചാനലും ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യും. അവിടെയൊക്കെ പാലിയോ ചാനൽസ് ഉണ്ടാകും. അതിനടിയിൽ മണലിന്റെ അടുക്കൾ ഭൂമിക്കടിയിൽ കാണും. ആ അടുക്കുകളായിരിക്കും ഈ നദിയുമായിട്ട് അതിനൊരു അംബിലിക്കൽ കോഡ് ഉണ്ടായിരിക്കും. നദിയിലുള്ള വേനൽക്കാലത്ത് ഈ നദിയിലെ വെള്ളം, മഴക്കാലത്ത് നദിയിലെ വെള്ളം ആ കരയിലുള്ള ഭൂമിക്കടിയിലുള്ള മണലിന്റെ അടുക്കിലേക്ക് നിറച്ചു നിർത്തുകയും, നമ്മുടെ വെറ്റാൻസ് പോലെ, നമ്മൾ തണ്ണിത്തടം പോലെ ഇതിന് അടിയിൽ മണലിന്റെ അടുക്കുകളാണ് രണ്ട് കരകളിൽ, അതിൽ നിറച്ചു നിർത്തുകയും വേനൽക്കാലത്ത് അതിനെ തിരിച്ച് തരികയും ചെയ്യും. അതാണ് കേരളത്തിലെ നദികളുടെ ഈ ലോലാൻഡ് സിസ്റ്റത്തിൽ. മഴക്കാലത്ത് തന്നെ തള്ളി നിറച്ചേക്കും. ഭൂമിക്കടിയിൽ റിസർവയർ ഉണ്ട്, മണലിന്റെ റിസർവയർ രണ്ട് കരകളിൽ. അവിടെ കിണർ പിടിക്കുന്നത് ഈ വെള്ളമാണ് അവിടെ നിന്ന് വലിച്ചെടുക്കുന്നത്. വെള്ളത്തിന്റെ വെള്ളം അവിടെ നിന്ന് മഴക്കാലത്ത് നിറച്ചു വയ്ക്കും, വേനൽക്കാലത്ത് നദിക്കും കൊടുക്കും, കിണറിനും കൊടുക്കും. പക്ഷെ ഇത് നദിയുടെ അടിത്തട്ട് താഴ്ന്ന അനുസരിച്ചിട്ട് അത് ജലവിധാനം താഴും, കിണറും പറ്റും, നദിയും പറ്റും. അത് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് നിങ്ങളുടെ എല്ലാ സമരവും കാര്യങ്ങളും ഒക്കെ നടത്തി ഇവിടെ ശക്തമായ എതിർപ്പുകൾ കൊണ്ടുവന്നിട്ട് പഠനങ്ങൾ, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ പഠനം തിറങ്ങുന്ന പമ്പയില്, അത് കഴിഞ്ഞിട്ട് മല്ലപ്പള്ളി പഞ്ചായത്തിന്റെ മണിമലയാറില്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലേക്ക് പഠനങ്ങൾ നടത്തി നിങ്ങൾ തന്നെയാണ് തുടങ്ങി വെച്ചത്. കേരളത്തിൽ നദീ സംരക്ഷണ നിയമമൊക്കെ ഉണ്ടാക്കാൻ തുടക്കം കുറിച്ചത് നിങ്ങൾ തന്നെയാണ് ശക്തമായിട്ട്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, നദിയിൽ മണൽ ഉണ്ടായിരിക്കണം, പെബിൾ ഉണ്ടായിരിക്കണം, ഒതളൻ കല്ലുകൾ ഉണ്ടായിരിക്കണം തുടക്ക ഭാഗത്ത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുത്തി ഒലിച്ചു വരുന്ന വെള്ളം മണലുമായി ഒന്ന് കലങ്ങുമ്പോൾ ഉണ്ടാകുന്ന രൂപം വ്യത്യാസം. ജലത്തിന്റെ സാന്ദ്രത ഒന്നാണ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജലത്തിന്റെ സാന്ദ്രത ഒന്നാണ്. പക്ഷെ മണലിന്റെ സാന്ദ്രത 2.5. അതിശക്തമായി പുഴ ഒഴുകുമ്പോൾ മണല് സാന്ദ്രത കൂടിയത് ഇങ്ങനെ എത്രമാത്രം കലരുന്നു അത്രമാത്രം വെയിറ്റ് ഒരു യൂണിറ്റ് വോളിയം വെള്ളത്തിന് സാൻഡ് വാട്ടർ മിക്സിനുണ്ടാകും. നിങ്ങൾ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് കുറെ മണൽ തൂറ്റി കൊടുക്കുക, അതിന് വേഗത പറയും, ഒഴുക്കിന്റെ ശക്തി കുറയും. മണലും കൂടെ കയറി കലങ്ങി കൊടുക്കുക. അപ്പൊ എടുത്തോണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ തലയിൽ ഭാരം വെച്ചിരുന്നാൽ മതി. ഒരാൾ നടന്നു പോകുന്നു, അയാൾ അറിയാതെ തലയിൽ 20 കിലോ വെച്ച് കൊടുക്കുന്നു, അയാൾ നടക്കാൻ പറ്റില്ല, കാലുകൾ വെച്ച് വെച്ചേ നടക്കത്തുള്ളൂ, കാര്യം വെയിറ്റ് ഇരിക്കുന്നത്. അതുപോലെ മണൽ എന്ന് പറയുന്നത് ഈ കാറ്റടിക്കുമ്പോഴോ വെള്ളം ഇങ്ങനെ ഒഴുകുമ്പോഴോ കലക്കിയിട്ട് വെയിറ്റ് കുറച്ച് നദിക്ക് സ്വയം അതിന്റെ ക്ഷോഭം കുറയ്ക്കാനായിട്ടുള്ള സംവിധാനം. രണ്ട്, ഈ ഇത്രയും മഴക്കാലത്ത് വെള്ളം വരുമ്പോൾ ഇത് മണലുമായിട്ട് കലങ്ങി അത് പതിയെ ഒഴുകാൻ തുടങ്ങുമ്പോൾ ഈ രണ്ട് കരകളിലെയും ഭൂമിക്കടിയിലുള്ള അടുക്കിലേക്ക് വെള്ളം ഇങ്ങനെ നല്ലതാണ് ശക്തിയായിട്ട് പമ്പ് ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ ഒറ്റ ഒഴുക്കം ഒഴുകിപ്പോയി അങ്ങ് നേരെ കണ്ണി കിടന്നില്ല പോയി. പകരം നദിയുടെ രണ്ട് കരകളിലുമുള്ള ഭൂമിക്ക് അതിന്റെ അടിയിലുള്ള ബാങ്കിലുള്ള സാൻഡ് ലെയേഴ്സ്, റിസർവേഴ്സ് ആണ്, ജലത്തിന്റെ റിസർവേഴ്സ് ആണ്, ഭൂമിക്ക് അടിയിരിക്കുന്നതേ ഉള്ളൂ രണ്ട് കരകളിൽ. അതിലേക്ക് വെള്ളം ഒഴുകണം. ഈ വേഗത്തിൽ പോയാലേ ഇറങ്ങി പോകില്ല. പകരം ഒന്ന് സ്ലോ ചെയ്ത് പതിയെ ഇതിന്റെ ഇടയിലൂടെ കയറി പോകും.